അദ്ദേഹം മലയാളം സംസാരിക്കില്ല. ഹി ഡോണ്ട് സ്പീക്ക് മലയാളം. ഓക്കെ, ഹി ഡോണ്ട് സ്പീക്ക് മലയാളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം മലയാളം സംസാരിക്കില്ല. പക്ഷെ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഇല്ലേ? യെസ്, എന്താ മിസ്റ്റേക്ക്? എന്താ? ഹി ഡോണ്ട് എന്നല്ല പറയാ, ഹി ഡസൻറ്റ്. ഓക്കെ, ഹി ഡസൻ സ്പീക്ക് മലയാളം. അദ്ദേഹം മലയാളം സംസാരിക്കൂല. ഹി ഡസൻ സ്പീക്ക് മലയാളം. അങ്ങനെയാണ് പറയേണ്ടത്. ഹി ഡസൻ സ്പീക്ക് മലയാളം. ഇനി അദ്ദേഹത്തിന് മലയാളം മനസ്സിലാവില്ല എന്നാണെങ്കിലോ, ഹി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം എന്നാണ് പറയാ. ഹി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം അല്ല, ഹി വന്നാൽ ഡസ്. ഹി ഡസൻ അണ്ടർസ്റ്റാൻഡ് മലയാളം. അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, ഇനി അദ്ദേഹം മലയാളം സംസാരിക്കുമോ എന്നാണെങ്കിലോ, അതെങ്ങനെ പറയാം? അദ്ദേഹം മലയാളം സംസാരിക്കുമോ എങ്ങനെ പറയാ? ഡു ഹി സ്പീക്ക് മലയാളം അല്ലെങ്കിൽ ഹി സ്പീക്ക് മലയാളം, അങ്ങനെയൊക്കെയാണോ? അതൊക്കെ കേട്ടാൽ മനസ്സിലാവുമെങ്കിലും അങ്ങനെയല്ല പറയേണ്ടത്. ഡസ് വെച്ചിട്ട് ഡസ് ഹി സ്പീക്ക് മലയാളം, ഡസ് ഹി സ്പീക്ക് മലയാളം. യെസ് ഹി ഡസ് എന്ന് പറയും. യെസ് ഹി ഡസ് അല്ലെങ്കിൽ യെസ് ഹി സ്പീക്സ് മലയാളം എന്ന് പറയാം. അദ്ദേഹം മലയാളം സംസാരിക്കുന്നതാണെങ്കിൽ ഹി സ്പീക്ക് മലയാളം എന്നല്ല, ഹി സ്പീക്സ്. ഒരു യെസ് വേണം. ഹി സ്പീക്സ് മലയാളം. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയോ? പ്രശ്നമില്ല. ഇത് ഞാൻ കാരണം ഇത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേണ്ട കാര്യമാണ്. ഓക്കെ, കാരണം ഇത് ഇംഗ്ലീഷിൽ ഏറ്റവും നിർബന്ധമായ സംഭവമാണ്, ഏറ്റവും ബേസിക് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക, സ്ഥിരമായിട്ട് നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും, പക്ഷെ സമയമെടുക്കും. അത് ഞങ്ങൾക്ക് ഒരു 2 മാസം സമയം വേണം. നിങ്ങൾ ഫ്രീ ഇല്ല, ഏതെങ്കിലും ഒരു 45 മിനിറ്റ് ഓൺലൈനായിട്ട്. ഞാൻ പറഞ്ഞു, വളരെ ചെറിയ ഫീ ആണ്, നല്ല റിസൾട്ട് ആണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് അറിയാം, മുകളിൽ ബയോയിൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്.